ഈ കുപ്പി കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന്. ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ആൾക്കെങ്കിലും അറിയാമായിരിക്കും ഇതിനെക്കുറിച്ചിട്ട്. ഇത് നമ്മൾ കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ദെൻ അതിന് ശേഷം അതൊരു ബൗളിലോട്ടേക്ക് മാറ്റുക. നല്ലൊരു ഫൈൻ പൗഡറായിട്ട് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ പുട്ടുപൊടിയാണ്. അരിപ്പൊടിയില്ലേ, അരിപ്പൊടി എടുക്കുക കുറച്ച്. അതിനുശേഷം അതിലേക്ക് കുറച്ച് നമ്മുടെ ഈ കസ്തൂരി മഞ്ഞൾ അരച്ച് വെച്ചിരിക്കുന്നത് ഇടുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടുത്ത യൂസ് ചെയ്യുന്നത് പാലാണ്. പാൽ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. എപ്പോഴും നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഇതെനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കൊടുക്കാം. ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഞാൻ ഫുൾ എൻ്റെ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളൊരു ടവൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുഖൊക്കെ ഒന്ന് ഇങ്ങനെ ഒപ്പിക്കൊടുക്കുക. ഞാൻ ഒപ്പുന്നുണ്ടോ അതുപോലെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ ജസ്റ്റ് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ കൈ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. കൈ യൂസ് ചെയ്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ കൈ ഒന്ന് വാഷ് ചെയ്യുക. ദെൻ ഫുള്ളായിട്ടൊന്ന് നമ്മൾ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും ഒന്ന് അപ്ലൈ ചെയ്യാം. ഞാൻ പൊതുവേ ഇങ്ങനെ മിക്സ്ചർ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ചധികം ഉണ്ടാക്കുക. കാരണം ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 10 to 15 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ദെൻ ബാക്കിയുള്ളത് വെച്ച് ഫുൾ ബോഡി സ്ക്രബ് ചെയ്തിട്ടാണ് ഞാൻ പൊതുവെ കുളിക്കാറുള്ളത്. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഏകദേശം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ് പോയി കുളിച്ചിട്ട് വന്നതിന് ശേഷം നമ്മൾ ഉറപ്പായിട്ടൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ഞാൻ പൊതുവെ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 1 ഇയറായി. എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു ഈ മോയ്സ്ചറൈസർ. ദെൻ ഇത് കറക്റ്റായിട്ട് ഫേസിലും നെക്കിലും അതുപോലെ കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ എത്ര സ്മൂത്തായിട്ടാണ് ആ ടാനൊക്കെ റിമൂവായിട്ട് ഫേസ് ഇരിക്കുന്നത് എന്നുള്ളത്. ആക്ച്വലി ഇങ്ങനെ സൺ ടാൻ വന്നാൽ അതുപോലെ നമുക്ക് ഭയങ്കര റഫായിട്ട് തോന്നിയ ഫേസ് പിന്നെ നമുക്ക് സ്ക്രബ് ചെയ്യണം എന്നൊക്കെ തോന്നിയാൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം. മെയിനായിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്താണ്. അപ്പോൾ ഓക്കെ, ബായ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.